തൻ്റെ ജന്മനാടായ പുതുപ്പള്ളിയിൽ സ്വന്തമായ ഒരു വീട് വേണമെന്ന ആഗ്രഹം പൂർത്തീകരിക്കാനാകാതെ സഫലമാകാനാകാതെയാണ് ഉമ്മൻചാണ്ടി ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ഈ പുതുപ്പള്ളിയിൽ വരുമ്പോൾ, തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിൽ വരുമ്പോൾ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വീട് വേണം, സ്വന്തമായ ഒരു വീട് വേണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന് നന്നായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ശ്രമം എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ സ്വത്തായി ലഭിച്ച ഈ സ്ഥലത്ത് ഒരു വീട് നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിച്ചത്. അതിൻ്റെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഫൗണ്ടേഷൻ എല്ലാം പൂർത്തിയായി. പില്ലറിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ പാതിഘട്ടത്തിൽ മുടങ്ങിക്കിടക്കുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന് ഈ രോഗം മൂർച്ഛിക്കുകയും ജർമ്മനിയിലേക്ക് ചികിത്സയ്ക്കായി പോവുകയും ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് തിരിച്ചു വന്നെങ്കിലും ബാംഗ്ലൂരിലേക്കാണ് ചികിത്സാർത്ഥം താമസം മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ആ ഒരു ബാംഗ്ലൂരിലാണ് അദ്ദേഹം താമസിച്ചത്. ബാംഗ്ലൂരിൽ വെച്ച് അന്ത്യം സംഭവിക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നത് ഏറെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. ചേട്ടാ, നിങ്ങൾ ഇവിടെ ഉള്ള ആളല്ലേ? ഇത് തന്നെയാണ്. ഞാൻ പുതുപ്പള്ളിയിലാണ്, കൂട്ടങ്കൽ. ഇവിടെ നമ്മുടെ ഈ ഉമ്മൻചാണ്ടി ഒരു കുടുംബസ്വത്തായി ലഭിച്ച ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു വീടിന് നിർമ്മിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു. അതൊരു പൂർത്തീകരിക്കാനാകാതെയാണല്ലോ അദ്ദേഹം യാത്രയായിരിക്കുന്നത്. അതെ അതെ, അത് പൂർത്തീകരിക്കാൻ പുള്ളിയെ കൊണ്ട് സാധിച്ചില്ല. അതിനു മുമ്പ് യാത്രയായി. അസുഖം വന്നതിന് ശേഷം പണി നടന്നില്ല. നല്ല കാര്യം, അസുഖം വന്നതിന് ശേഷം പണി നടന്നില്ല. ഇതും കൊണ്ടാണ് പുള്ളി യാത്രയായത്. കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ തമ്മിൽ പല പ്രാവശ്യം എൻ്റെ ഫാദർ മരിച്ചപ്പോഴും മറ്റുള്ള കാര്യത്തിനും എല്ലാം ഉമ്മൻചാണ്ടി വരുമായിരുന്നു. ഏത് കാര്യത്തിനുണ്ടെന്ന് പറഞ്ഞാലും നമ്മളൊരു ചേട്ടനെ പോലെയാണ് പുള്ളി കരുതിയിരുന്നത്. പിന്നെ കുടുംബപരമായിട്ട് ഞങ്ങൾക്ക് പല ബന്ധങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ഇത് വരുമെന്ന് ആരും വിചാരിച്ചില്ല. പോയി വെളുപ്പിനെ മരിക്കുമ്പം തന്നെ ഞാൻ വിവരം അറിഞ്ഞു, ഇന്നോട്ട് മരിച്ചെന്നുള്ള വിവരം അറിഞ്ഞു. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം, ഏറ്റവും വലിയൊരു ആഗ്രഹം ആർന്നിരിക്കാം ഒരു വീട് എന്നുള്ളത് സ്വപ്നം. അത് പൂർത്തീകരിക്കാൻ പുള്ളിയെ കൊണ്ട് സാധിച്ചില്ല. അധികാരത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ വരെ എത്തപ്പെട്ടു. നമുക്കെല്ലാവർക്കും അറിയാം, ഏതെങ്കിലും ചെറിയൊരു അധികാരം ലഭിച്ചാൽ പോലും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുകയും അതിൽ നിന്നെല്ലാം വലിയ പുരോഗതി കൈവരിക്കുകയും ചെയ്യുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. പക്ഷേ 2 വട്ടം മുഖ്യമന്ത്രി, 4 തവണ മന്ത്രിയും 53 വർഷക്കാലം MLA-യുമായിരുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ജന്മസ്ഥലത്ത്, തനിക്ക് കുടുംബ സ്വത്തായി ലഭിച്ച സ്ഥലത്ത് ഒരു വീട് പോലും നിർമ്മിക്കാൻ ഇത്രയും കാലയളവിൽ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും ഉമ്മൻചാണ്ടിയുടെ ഒരു ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ നേർസാക്ഷ്യമാണ് ഈ കാണുന്ന ഈ ഒരു അടിസ്ഥാന ശില. ഒരു വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ പോലും കഴിയാതെയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പാവങ്ങളായ ആളുകൾക്ക് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായ സഹായങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നതിൽ എക്കാലത്തും ഉമ്മൻചാണ്ടി മുന്നിൽ തന്നെയായിരുന്നു. പാവങ്ങളുടെ കാര്യത്തിലായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തിയത്. അതുപോലെ തന്നെ പാവങ്ങളുടെ ഒരു വീട് ഒക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറെ ശ്രമങ്ങളൊക്കെ അദ്ദേഹം നടത്തുമായിരുന്നു. പക്ഷേ സ്വന്തം കാര്യത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായ ഒരു വീട് നിർമ്മിക്കാൻ പോലും കഴിഞ്ഞില്ല. അദ്ദേഹം അധികാരത്തിലൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ, അധികാരത്തിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആരോടെങ്കിലും ഒരു ഫോൺ കോൾ ചെയ്താൽ പോലും നിർമ്മിച്ച് നൽകുമായിരുന്നു. പക്ഷേ അതിനൊന്നും മുതിരാതെ ഒരു മാതൃകാപരമായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു, ഒരു ജനകീയ നേതാവായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം എക്കാലത്ത് നിന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഇത്രയും അധികാരത്തിൽ ഇത്രയും നാളും ഇരുന്ന സമയത്ത് എത്രയോ സമയത്തിനകം ഒരു വീട് ഇവിടെ പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാതെ പോയി. അത് ഇനിയാണെങ്കിലും ഒരുപക്ഷെ അത് പൂർത്തീകരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം സഫലമാക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ മക്കളുടെയും ബന്ധുക്കളുടെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെയും ഏറ്റവും വലിയ ഒരു കടമയും ഉത്തരവാദിത്വമാണ്. അത് വൈകാതെ പൂർത്തിയാകും എന്ന് അദ്ദേഹത്തിന് അത് കാണാൻ കഴിഞ്ഞില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാർക്ക് അതിന് ഇടവരും എന്നാണ് എല്ലാവരും കരുതുന്നത്.